വയനാട് മേപ്പാടിയിൽ വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്നുന്ന പുലിയെ പിടികൂടണമെന്ന ആവശ്യം വനം വകുപ്പ് നിഷേധിക്കുന്നതായി നാട്ടുകാരുടെ പരാതി. അക്രമകാരിയായ പുലി കഴിഞ്ഞ ദിവസവും ഒരു പശുക്കിടാവിനെ കൊന്നുതിന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മേപ്പാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാരിനെ സമീപിക്കാനൊരുങ്ങുകയാണ് നാട്ടുകാർ. മേപ്പാടി പഞ്ചായത്തിലെ അട്ടമല, ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇപ്പോൾ വലിയ പേടിയിലാണ്. കാട്ടാനശല്യം അതിരൂക്ഷമായതിനിടയിലാണ് പുലിയുടെ ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. ഇത്തവണ പശുക്കിടാവിനെ കൊന്ന 3/4 ഭാഗവും തിന്നു തീർത്തു. എസ്റ്റേറ്റ് പാടിക്ക് തൊട്ടടുത്തുള്ള തൊഴുത്തിൽ നിന്ന് പശുവിന്റെ കരച്ചിൽ കേട്ട ആളുകൾ പുറത്തിറങ്ങിയപ്പോഴേക്കും പുലി ഓടിമറഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ പ്രദേശത്തു നിന്നും നിരവധി മൃഗങ്ങളെയും കാണാതായി. ആ മൃഗങ്ങളെയും ഇതേ പുലി പിടിച്ചതാണെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ സംശയം. പുലിയുടെ സാന്നിധ്യമുള്ളതിനാൽ തേയിലത്തോട്ടത്തിൽ സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾ ഇപ്പോൾ ഭയന്നാണ് ജോലി ചെയ്യുന്നത്. പുലിയെ പിടികൂടാൻ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പുലിയെ കെണിവെച്ച് പിടിക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്നുണ്ടാകണം. കാരണം ജനങ്ങളൊക്കെ ഭയങ്കര ആശങ്കയിലാണുള്ളത്. ഫാക്ടറിക്ക് അടുത്ത് താമസിക്കുന്ന ജനങ്ങൾ ഓരോ ഷിഫ്റ്റ് കഴിഞ്ഞ് രാത്രി പോകുന്ന സമയങ്ങളിൽ അവരെങ്ങനെ വീട്ടിലേക്ക് വരും? വീടിന്റെ ഇത്ര അടുത്തുള്ളത്. വനാതിർത്തിയിൽ പ്രതിരോധ സംവിധാനങ്ങളില്ലാത്തതാണ് വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതിനുള്ള കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും വനമന്ത്രിയെയും സമീപിക്കാനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, വയനാട്.